10 വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ നിന്നൊരു വിമാനം കാണാതെ പോയി. നമ്മളന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ അത് വാർത്ത വായിക്കും. ലോകത്തെ വലിയ വാർത്തയായിരുന്നു. ഇപ്പം കാറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതെ, കാറ്റ് കൊണ്ടുപോയി, കടലിൽ പോയോ എവിടെയെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആ വിമാനം ഒന്ന് കണ്ടുപിടിക്കാൻ മലേഷ്യൻ സർക്കാർ ശ്രമിക്കുന്നതായി കേൾക്കുന്നു. അല്ല, മലേഷ്യൻ സർക്കാർ ഒരുപാട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം തിരഞ്ഞു, കോടിക്കണക്കിന് രൂപ ചിലവാക്കി തിരച്ചിൽ നടത്തി. അപ്പോൾ ആ വിമാനത്തിൻ്റെ കാര്യം ഒരു ബോയിങ് 777 വിമാനമായിരുന്നു, MH370. ഓർക്കുന്നില്ലേ, വലിയ വിവാദമായിരുന്നു. ആ വിമാനം 2014 മാർച്ച് 18 239 ആളുകളുമായി, അതിൽ ഭൂരിപക്ഷവും ചൈനക്കാരായിരുന്നു, ബാക്കിയുള്ളവർ മലേഷ്യക്കാരായിരുന്നു. 4 പേരോ 5 പേരോ ഇന്ത്യക്കാരുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ വിമാനം കൊലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബീജിങ്ങിലേക്ക് പറക്കുകയായിരുന്നു. ആ വിമാനം ഇങ്ങനെ പറന്ന് അതിൻ്റെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗത്തെത്തി. ഇന്ത്യൻ സമുദ്രത്തിൽ ഇപ്പം മ്യാൻമറിനും നമ്മുടെ ആൻഡമാൻസിനും ഒക്കെ ഇടയ്ക്കുള്ള കടലിന് മുകളിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിമാനം. ആ വിമാനത്തെക്കുറിച്ച് റഡാറിൽ വിമാനം പോകുന്നതൊക്കെ ഗ്രൗണ്ടിൽ നമുക്കറിയാൻ പറ്റുമല്ലോ. മറ്റേ എല്ലാ ട്രാഫിക് കൺട്രോൾ ഉപയോഗിച്ച് ഓരോ വിമാനത്തിൻ്റെയും യാത്ര മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം വിമാനം 29,000 അടി ഉയരത്തിലായിരുന്നു. പിന്നീട് അത് 23,000 അടിയിലേക്ക് താഴ്ന്നു വിമാനം. പിന്നെന്ത് പറ്റിയെന്ന് വെച്ചാൽ വിമാനം പെട്ടെന്ന് കുത്തനെ 45,000 അടിയിലേക്ക് മുകളിലേക്ക് കയറി. പിന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ മ്യാൻമർ കടലിൽ ആൻഡമാൻസിനും ഇടയ്ക്കുള്ള ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ഒന്ന് വെട്ടിത്തിരിഞ്ഞു. പിന്നെ റഡാറിൽ നിന്ന് പോയി. എവിടെ പോയി എന്നറിയില്ല എന്ന് പറഞ്ഞാൽ സിവിലിയൻ റഡാറിൽ നിന്ന് പോയി എന്നാണ് രേഖകൾ. എന്ന് പറഞ്ഞാൽ 2 തരം റഡാറുകളുണ്ട്. ഒന്ന് എയർപോർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റഡാറുകൾ സിവിലിയനാണ്, അതായത് സാധാരണ യാത്രാ വിമാനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ സിവിലിയൻ സെൻറ്റർ, എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വിമാനത്താവളം സിവിലിയൻ കേന്ദ്രമാണ് അല്ലേ, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇതല്ലാതെ വേറെ റഡാറുകളുണ്ട്, മിലിറ്ററി റഡാറുകളുണ്ട്, സാറ്റലൈറ്റ് നോക്കുന്നുണ്ട്, ഭൂമിയിൽ പറക്കുന്ന ആകാശത്തൂടെ പോകുന്ന എല്ലാ സാധനവും സാറ്റലൈറ്റിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ സിവിലിയൻ, അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്ക് സിവിലിയൻ റഡാറിൽ നിന്ന് പോയി. ആൻഡമാനിൽ ഇന്ത്യയുടെ മിലിറ്ററി റഡാർസ് ഉണ്ട്, അതിൽ ഈ വിമാനം പതിഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആകാശത്തുള്ള ഏതെങ്കിലും സാറ്റലൈറ്റിൽ വിമാനത്തിൻ്റെ ചിത്രം ഉണ്ടാവാം. പക്ഷേ അതേക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ആകെ പറയുന്നത് സിവിലിയൻ റഡാറിൽ നിന്ന് 239 പേരുമായി പോയ ഈ വിമാനം അപ്രത്യക്ഷമായി. തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ അന്വേഷണം നടന്നു. ഏതാണ്ട് 15,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ കടലിൽ തെരച്ചിൽ നടത്തിയെന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയ, ചൈന, മലേഷ്യ ഉൾപ്പെടെ 2014 മുതൽ 17 വരെ തിരഞ്ഞു. വിമാനം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഒരു വിമാനം കടലിലേക്ക് വീണാൽ അതിൻ്റെ എന്തെങ്കിലും അവശേഷം കിട്ടണ്ടേ? കാരണം സാധാരണ വിമാനമൊക്കെ ചിലപ്പോൾ പൊങ്ങിക്കിടക്കും, അല്ലെങ്കിൽ താഴ്ന്ന് കടലിൻ്റെ അടിയിൽ പോകും. 15,000 കിലോമീറ്റർ മലേഷ്യ, ഓസ്ട്രേലിയ, ചൈന എന്നീ രാജ്യങ്ങൾ അരിച്ചു പരിശോധിച്ചു, കിട്ടിയില്ല, ഒരു വിവരവും കിട്ടിയില്ല. അപ്പം ഒരു വിമാനം ഒന്ന് അപ്രത്യക്ഷമായി പോയി. ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. ഒന്ന് സാങ്കേതിക തകരാറ് കൊണ്ട് ഇത് തകർന്ന് കടലിൽ വീണതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടത്തിരുന്ന് ദൂരത്തിരുന്ന് ബോംബ് ഫിറ്റ് ചെയ്തിട്ട് റിമോട്ട് കൺട്രോൾ വെച്ച് കരയിൽ എവിടെയെങ്കിലും ഇരുന്ന് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് ബോംബ് വെച്ച് വിമാനം തകർത്തതായിരിക്കാം. പിന്നെ ഒരു തിയറി വന്നത് ഈ വിമാനം അന്ന് റഷ്യ വളരെ വിജിലൻ്റായിട്ട് നിൽക്കുന്നത്, റഷ്യ തകർത്ത്, റഷ്യക്ക് തെറ്റിദ്ധരിച്ച് റഷ്യ ഈ വിമാനം തകർത്തു എന്നൊരു തിയറിയുണ്ട്. പിന്നെ ഒരു സംഭവം ഉള്ളത്, അതിനകത്ത് തീവ്രവാദികളുണ്ടായിരുന്നു, അവർ ഈ വിമാനം ഹൈജാക്ക് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും എയർപോർട്ടുകളല്ലാതെ 1-ാം ലോക മഹായുദ്ധകാലത്തും 2-ാം ലോക മഹായുദ്ധകാലത്തും ഒക്കെ ഉപയോഗിച്ചതും പല രാജ്യങ്ങൾക്ക് ഇപ്പോഴും ഉള്ളതുമായ എയർ സ്ട്രിപ്പുകളുണ്ട്, വിമാനങ്ങൾ ഇറക്കാൻ പറ്റുന്ന എയർ സ്ട്രിപ്പുകൾ. ഏതോ ഒരു രാജ്യത്തെ ഒരു ഭീകര ബന്ധമുള്ള രാജ്യം ആ സ്ഥലത്ത് കൊണ്ടുപോയി വിമാനം ഇറക്കി. ഇങ്ങനെയൊക്കെ പല തിയറികളുണ്ട്. അതുകൂടാതെ വളരെ കോൺസ്പിറസി തിയറികൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അതുകൂടാതെ പറഞ്ഞു കേട്ടൊരു തിയറി ഏലിയൻസ്, അതായത് അന്യഗ്രഹ ജീവികൾ വന്നിട്ട് ഈ വിമാനം കൊണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ഇന്നലെ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലൊക്കെ വലിയൊരു വാർത്തയുണ്ടായിരുന്നു. അമേരിക്കയുടെ ആകാശത്ത് പലയിടത്തും ഡ്രോണുകളും പറക്കും തളികളും വന്നു എന്നുള്ള വാർത്ത ഇന്നലെ വാർത്ത ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട്. അത് എന്താണെന്നറിയില്ല. ഡ്രോണുകൾ വരുന്നു, പെട്ടെന്ന് കാണാതെ പോകുന്നു. എന്താണ് ജനം ആകെ പരിഭ്രമിച്ചിരിക്കുക. ഒന്നാം യുദ്ധമാണ്, പലയിടത്തും യുദ്ധമാണ്. മറ്റേ നാറ്റോ യുദ്ധഭീഷണിയിലാണ്, ഉക്രൈനുമായിട്ട് പ്രശ്നം, റഷ്യക്ക് ഭ്രാന്തളകിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ വല്ലതാണോ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഭയചകിതരായി. പക്ഷെ പെൻറ്റഗണും അമേരിക്കൻ പോലീസും ജനങ്ങളൊന്നും പറയുന്നില്ല.
അങ്ങനൊന്നും ഇല്ലെന്നേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ജനങ്ങൾ പലയിടത്തും കണ്ടു വലിയ ഡ്രോണുകളൊക്കെ ആകാശത്ത് വരുന്നു. വല്ലാത്ത ദുരൂഹമായ എന്തൊക്കെയോ ലോകത്ത് പലയിടത്തും സംഭവിക്കുന്നുണ്ട് എന്നൊരു തിയറിയുണ്ട്. അമേരിക്കയിലാണ് പലരും പറഞ്ഞിരിക്കുന്നത് രാത്രി പറക്കുംതളികൾ വന്നിറങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് തന്നെ പറക്കുംതളി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പറക്കുംതളികളെ കുറിച്ച് പറഞ്ഞു, ഒരു ഏലിയൻസ് ആയിട്ട് വന്നിറങ്ങിയ പറക്കുംതളിക തകർന്നു വീണത് അമേരിക്കയുടെ കയ്യിലുണ്ട്. അമേരിക്കയുടെ രഹസ്യ പരീക്ഷണശാലയുണ്ട്, അവിടെ ഏലിയനായിട്ട് കിട്ടിയ ആളുകളെ തടവിൽ വെച്ചിട്ടുണ്ട്, അവരുടെ ഡെഡ് ബോഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിയറികളുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ബർമുഡ ട്രയാങ്കിൾ കേട്ടില്ലേ? ബർമുഡ ട്രയാങ്കിളിൻ്റെ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ ദുരൂഹമായിട്ട് അപ്രത്യക്ഷമാകും, കപ്പലുകൾ പോകും എന്നൊക്കെ പറയുന്നു. അവിടെ ഒരു പ്രത്യേക കാന്തിക പരിവേഷം ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, സാധാരണ എല്ലായിടത്തും മുങ്ങി അത്രയും കപ്പലുകളെ ബർമുഡയിൽ മുങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്ന മറുവാദമുണ്ട്. പക്ഷേ ലോകത്ത് ഇങ്ങനെ പലയിടത്തും നമുക്ക് മനസ്സിലാവാത്ത കുറേ ദുരൂഹതകളുണ്ട്. അങ്ങനെ ഒരു ദുരൂഹതയിൽപ്പെട്ട് ഈ MH370 എന്ന് പറഞ്ഞ വിമാനം പോയതാണ്. ഏലിയൻസ് കൊണ്ടുപോയി ഒരു വിമാനത്തോടെ കൊണ്ടുപോയിട്ട് ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർ പഠിക്കാൻ വേണ്ടി ഇത്രയും സ്പെസിഫിനായിട്ട് ഇത്രയും നമ്മൾ മനുഷ്യൻ ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് മറ്റേ ഗിനിപ്പന്നി പന്നിയല്ല, വെളുത്ത എലിക്കാണ് ഗിനിപ്പന്നി എന്ന് പറയുന്നത്. ഗിനിപ്പന്നികളിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതുപോലെ മനുഷ്യൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഏലിയൻസ് നമ്മളെ കൊണ്ടുപോയി പരിശോധിക്കാനും കീറി മുറിച്ച് നോക്കാനും കൊണ്ടുപോയതാണോ എന്നൊരു തിയറിയുണ്ട്. അതുകൂടാതെ ഈ ടൈം ട്രാവലിനില്ലേ, ഭൂമിയിൽ നമുക്ക് 3D വരെ അറിയാവുള്ളൂ, 3 ഡയമെൻഷൻ 3D സിനിമകളുണ്ട്. പക്ഷേ 3D അല്ല, ശാസ്ത്രം പറയുന്നത് M തിയറി, സ്ട്രിങ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് 11 ഡയമെൻഷൻ വരെ ഉണ്ട്, നമുക്കിത് കാണാൻ വയ്യെന്നാണ് പറയുന്നത്. അപ്പോൾ 4th ഡയമെൻഷനിൽ ഒരു ലോകമുണ്ട്. ആ 4th ഡയമെൻഷനിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റാത്തത് മറ്റുള്ള ജീവികൾക്ക് കാണാം. അതുകൊണ്ടാണ് ചിലപ്പോൾ നായകളൊക്കെ വല്ലാതെ കുരയ്ക്കുന്നത്, ആരോ നിൽക്കുന്ന പോലെ പെരുമാറുന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറി, ശാസ്ത്രീയം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് തിയറികളുണ്ട്. അപ്പോൾ ഒരു ഡയമെൻഷനിൽ നിന്ന് ഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത ഡയമെൻഷനിലേക്ക് കയറിപ്പോവാം, നമ്മളെ കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ലോകത്തേക്ക് പോയി, അതിനെക്കുറിച്ച് നമ്മുടെ മനുഷ്യർക്കറിയില്ല. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ യാത്രക്കിടയിൽ ഒരു സോണി ലിവിൽ ഇങ്ങനൊരു സീരീസ് ഉണ്ടായിരുന്നു. അതായത് ഒരു വിമാനം പോവുകയാണ്, പോയൊരു വിമാനം തിരിച്ചു വരുന്നു. വിമാനം തിരിച്ചു വരുന്നത് എത്രയാണ്, 30 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. 30 വർഷം മുമ്പ് കാണാതെ പോയ വിമാനം തിരിച്ചു വരിക. അതിലെ യാത്രികർക്കൊക്കെ ഇപ്പോഴത്തെ ലോകം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അവരെപ്പോഴും ആ പഴയ 30 വർഷം മുമ്പാണ് ടൈം ട്രാവൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ശാസ്ത്രീയമായ സയൻസ് ഫിക്ഷൻ കഥകളൊക്കെ ഉണ്ട്. അതുപോലെ MH370 എന്നുള്ള വിമാനം പോയതാണെന്ന് കരുതുന്നവരാണ്. ഇതൊക്കെ ഒരു സാധ്യതകളാണ്. ഒരു കാര്യം ഉറപ്പാണ്, വിമാനം കാണാതെ പോയി. 2014 മാർച്ച് 18 പോയതിനു ശേഷം 2014 മുതൽ 17 വരെ 3 വർഷം 15,000 ചതുരശ്ര കിലോമീറ്റർ കടൽ അരിച്ചു പൊറുക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. അതിനുശേഷം ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിയും തെരച്ചിൽ നടത്തി, കിട്ടിയിട്ടില്ല. ഇപ്പോൾ മലേഷ്യൻ മന്ത്രിസഭ കൂടിയിട്ട് വീണ്ടും വിമാനം എവിടെ പോയി എന്നുള്ള അന്വേഷണം നടത്താൻ തീരുമാനിക്കുക. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ആളുകളുടെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എന്ത് പറ്റി, എന്തെങ്കിലും ഒരു വിവരം കിട്ടണം. അവർ തെരഞ്ഞു, ഒരുപാട് തെരഞ്ഞു, 3 രാജ്യങ്ങൾ ചേർന്ന് തെരഞ്ഞു, ഒരു ഓഷ്യൻ ഇൻഫിനിറ്റി തെരഞ്ഞു, അതിനുശേഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഓഷ്യൻ ഇൻഫിനിറ്റി പറഞ്ഞു ഞങ്ങൾ തിരയാമെന്ന് പറഞ്ഞിരിക്കുക. അവർ പറഞ്ഞു ഞങ്ങൾ തിരയാം, പക്ഷേ ഒരു കണ്ടീഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്, നോ ഫൈൻഡ് നോ ഫീ. അതായത് നോ ഫൈൻഡ്, ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ നോ ഫീ. ഒന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു കാശും തരത്തില്ല, ആ എക്സ്പെൻസ് മുഴുവൻ നിങ്ങൾ വഹിച്ചോണം. പക്ഷേ ഓഷ്യൻ ഇൻഫിനിറ്റി അത് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് $70 മില്യൺ തരണം. അപ്പോൾ ഈ ടെക്സാസ് മറൈൻ റോബോട്ടിക് കമ്പനി ആണ് അന്ന് കുറേ അന്വേഷണം നടത്തിയത്. ഇപ്പോൾ അമേരിക്കൻ കമ്പനി ഒരു അന്വേഷണം നടത്തിയിരുന്നത്. ഇപ്പോൾ ഓഷ്യൻ ഇൻഫിനിറ്റി അവർ ടെക്സാസ് മറൈൻ റോബോട്ടിക് കമ്പനിയുടെ സഹായം തേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ തെരച്ചിൽ നടത്തിയൊരു കമ്പനിയാണല്ലോ. ഈ ഓഷ്യൻ ഇൻഫിനിറ്റി നടത്തിയിട്ടുണ്ട്. ഇവർ തന്നെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് നടത്തുകയാണ്. അങ്ങനെയാണ് ഈ നോ ഫൈൻഡ് നോ ഫീ എന്ന മാനദണ്ഡത്തിൽ വിമാനത്തെ തിരയാൻ പോവുകയാണ്. പക്ഷേ ഇതിനകത്തൊരു സംശയം, ഇത് ഇത്രയും 15,000 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഏരിയയിലാണ് ആസ്ട്രേലിയ, ചൈന, മലേഷ്യ 3 രാജ്യങ്ങൾ അവരുടെ എല്ലാ സൈനിക സന്നാഹങ്ങളും ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞത്. 3 വർഷം തിരഞ്ഞു, ഒന്നും കിട്ടിയില്ല. അത്തരം ഒരു സ്ഥലത്തേക്ക്, അത്രയും ഏരിയയിലേക്ക് ഒരു സ്വകാര്യ കമ്പനി തിരയാൻ വരുന്നു. അതും എന്തെങ്കിലും കിട്ടിയാലേ പണം കിട്ടത്തുള്ളൂ. അതായത് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്താൻ പോവുക. $70 മില്യൺ അവർ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും അവർക്ക് ചിലവാകത്തില്ലേ?
അതെ, ആണല്ലോ, പകുതിയെങ്കിലും ചിലവാകും. അങ്ങനെ ഒന്നിനും ഉറപ്പുമില്ലാതെ ഒരു കമ്പനി എന്തുകൊണ്ട് ഈ തെരച്ചിലിന് ഒന്നും കണ്ടുപിടിച്ചെങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു വരുന്നു? ഇതാണ് ചോദ്യം. അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഒരു 1000 രൂപയോ 10,000 രൂപയോ 1,00,000 രൂപയോ 10,00,000 രൂപയോ എന്നല്ല, $70 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയോ ഭീമമായ തുകയാണ്. ആ തുക പ്രതിഫലം ആവശ്യപ്പെടുന്ന കമ്പനി അതിൻ്റെ പകുതിയെങ്കിലും മുതൽ ഒരു $35 മില്യൺ എങ്കിലും അവർക്ക് ചെറിയ കപ്പലുകൾ വേണം, വിമാനം വേണം, സമുദ്രത്തിൻ്റെ അകത്ത് പോകാൻ അന്തർവാഹിനികൾ വേണം, 15,000 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ നേരത്തെ തിരഞ്ഞാണ്. അത്രയും ഏറിയെങ്കിലും നോക്കണമെങ്കിൽ എത്ര കാലം, 3 വർഷം തിരഞ്ഞാണ്, എത്ര സമയം വേണം. അത്തരം ഒരു ഓപ്പറേഷൻ നടത്താൻ ഒരു കമ്പനി, സ്വകാര്യ കമ്പനിയും കൂടിയാണ്. മറ്റത് നേവിയായിരുന്നു, ഒരു രാജ്യത്തിൻ്റെ നേവി. സ്വകാര്യ കമ്പനി മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് എന്തോ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇല്ലാതെ വരുമോ? നമ്മളവിടെ പിടിക്കുമോ? ഇല്ലല്ലോ, പിടിക്കില്ല. അങ്ങനെ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി, അതിൻ്റെ പുറകിൽ പോയാൽ അപ്പം ഈ സർക്കാരും പെട്ടെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ MH370 സംബന്ധിച്ച് എന്തോ ചെറിയ പുതിയൊരു ലിങ്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ വിമാനത്തിന് എന്തു പറ്റിയെന്നുള്ളത് ദുരൂഹമായി ഗോൺ വിത്ത് വിൻഡ് എന്ന് പറയുന്ന പോലെ അപ്രത്യക്ഷമായി പോയ ആ വിമാനത്തിന് പിന്നിൽ എന്താണ്? ഇതൊരു വലിയ സമസ്യയാണ്. ലോകത്തിന് മുന്നിൽ ഒരു ചെറിയ ചക്കക്കുരു ഒന്നുമല്ലല്ലോ കാണാൻ പോയത്, ഒരു വിമാനമല്ലേ, ബോയിങ് 777 കൂറ്റൻ വിമാനമാണ്. ആ വിമാനം അവിടെ പോയി ഒളിപ്പിച്ച് വെക്കാൻ, ആർക്കും മടിയിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല, ഒരു ബാഗിലിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനെ തിരയാൻ വേണ്ടിയിട്ട് ഒരു പൈസയും ഇപ്പോൾ വേണ്ട, കണ്ടുപിടിച്ചാൽ മാത്രം മതി. ചിലർ പറയത്തില്ലേ, എനിക്കൊന്നും പൈസ തരണ്ട, ഞാൻ പറയുന്ന പോലെ നടന്നാൽ എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു ഇടപാടുമായിട്ട് ഒരു കമ്പനി വന്നിരിക്കുന്നു. അപ്പോൾ അന്ന് പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ മറ്റൊന്നുണ്ടായിരുന്നു. ഒരു തിയറി നമ്മൾ പറഞ്ഞപ്പോൾ 2 തിയറി ഞാൻ മറന്നില്ല. അതായത് ഈ നിരാശാബാധിതരായ പൈലറ്റ്, ആത്മഹത്യാ പ്രവണതയുള്ള പൈലറ്റ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, കൂട്ടത്തിലുള്ളവരെ കൊന്നിട്ട്. അങ്ങനെ വിമാനം നശിപ്പിക്കാം, അങ്ങനത്തെ തിയറി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പൈലറ്റ്, കോ പൈലറ്റ് തുടങ്ങിയ ആളുകളെക്കുറിച്ച് ഒരാക്ഷേപവുമില്ല. അവരെക്കുറിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചു. അവരെക്കുറിച്ച് ഒരു പരാതിയില്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ ഏതായാലും വിമാനത്തിന് എന്തു പറ്റി എന്നുള്ള ഉത്തരം കിട്ടണം. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്വകാര്യ കമ്പനി ഒരു പൈസയും വാങ്ങാതെ ഈ തെരച്ചിലിന് വന്നിരിക്കുന്നു എന്നതും വലിയൊരു ചോദ്യമാണ്. ഏതായാലും MH370 എന്നുള്ള ഒരു പ്രഹേളിയ ഈ തെരച്ചിലൂടെ അവസാനിക്കുമെങ്കിൽ അതൊരു രസകരമായ കൗതുകമുള്ള വാർത്തയാണ്. രസകരം നമുക്കാണ്. ഈ 239 ആളുകളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാവേദനയാണ്, അവർക്ക് എന്തു പറ്റി എന്നറിയാത്തത്. കാരണം ഒരു കഷ്ണം, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, ഒരു അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സീറ്റിൻ്റെ കഷ്ണം പോലും കടലിൽ വീഴാതെ ഒരു വിമാനം തകർന്നു പോയി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. അത് എന്താണ് MH370 പറ്റിയതെന്നതിൻ്റെ ഉത്തരം ഒരുപക്ഷെ ഓഷ്യൻ ഇൻഫിനിറ്റി പുറത്ത് കൊണ്ടുവരുമായിരിക്കും. പക്ഷേ ഓഷ്യൻ ഇൻഫിനിറ്റി എന്തുകൊണ്ട് വരുന്നു എന്നതും അടുത്തൊരു സമസ്യയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.